പ്രകാശനവും ചടങ്ങൊക്കെ എല്ലാവരും വലിയ ഉദ്യോഗത്തോടെയാണ് പുസ്തകം കണ്ടില്ലല്ലോ. എന്താണെങ്കിലും എങ്ങനെയാണ് പുസ്തകം ഞാൻ കണ്ടു. ഉദ്യോഗം നിങ്ങളുണ്ടാക്കിയതാണ്, ഞങ്ങൾക്ക് ആരും ഉദ്യോഗമില്ല. എന്നെ നിങ്ങൾ പല ആൾക്കാരും വിളിച്ചു ചോദിച്ചു ഈ പരിപാടിക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. ഇടതുപക്ഷ മതനിരപേക്ഷ ചേരിയിലെ ശക്തനായ ഒരു പോരാളിയാണ് ശ്രീ കെ ടി ജലീൽ. അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൽ എത്തുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയൊരു അംഗീകാരവും ആദരവാണ്. അതുകൊണ്ട് അതിനെ ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇന്നലെ ഈ വന്ന ഒരു പ്രധാന വാർത്ത മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നൽകിയ ഇന്റർവ്യൂവിൽ പരാമർശമുണ്ട്. അതിനുശേഷം അത് PR ഏജൻസിയാണ് അതിന് പിറകിലെന്ന. ഞാനിപ്പോൾ ഈ ഒരു പരിപാടിക്ക് വന്നിരിക്കുന്നതല്ലേ, മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്, മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടി, അതിൻ്റെ ആവിർഭാവത്തിന് വേണ്ടി ഇടതുപക്ഷ പാർട്ടികൾ നൽകിയ സംഭാവനയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മാത്രമല്ല, ഈ ജില്ലയുടെ ഈ സംസ്ഥാനത്തിൻ്റെയും മതസൗഹാർദ്ദത്തെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന ജലീലിനെ പോലുള്ള ആൾക്കാർ, ആഷയെ പോലുള്ള ആൾക്കാർക്കുള്ള ഈ ജില്ലയെക്കുറിച്ച് എന്ത് ആക്ഷേപമാർക്കുണ്ടാവുക? ഈ PR ഏജൻസി ഉണ്ടോ? മുഖ്യമന്ത്രിക്ക് PR-ൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ തന്നെ നന്നായിട്ട് PR ചെയ്യുന്നു. പക്ഷേ മറുപടിയിൽ അങ്ങനെ പറയുന്നത് PR ഏജൻസി എനിക്ക് തോന്നുന്നില്ല അതൊന്നും ഉണ്ടാവില്ല. നിയമ നടപടി അവലോകിക്കാവുന്നില്ല അങ്ങനെ അല്ലെങ്കിൽ. അല്ല, അത് ഗവൺമെൻറ് സംബന്ധിച്ച എല്ലാ നടപടികളും സ്വീകരിക്കുമല്ലോ. മുഖ്യമന്ത്രി എത്രയോ കാലമായി ഡൽഹിയിൽ പോകുന്നതാണ്, എത്ര പതിറ്റാണ്ടായിട്ട് പോകുന്നതാണ്. ഇതുവരെ ഏതെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഇൻ്റർവ്യൂ തരുമ്പോൾ മുഖ്യമന്ത്രി ഏതെങ്കിലും PR ഏജൻസിയിലൂടെയാണ് തരുന്നത്? അപ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയും. മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ.